BJP കലക്കി അല്ല പൊളിച്ചടുക്കി. അത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളാണ് പകരം വയ്ക്കാനില്ലാത്ത നേതാവായ മനോഹർ പരീക്കറിന്റെ വിയോഗത്തിന് ശേഷം ഗോവയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഗോവയിൽ ഡോക്ടർ പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അർദ്ധരാത്രി വരെ നീണ്ട നാടകീയതകൾക്ക് ഒടുവിലായിരുന്നു സത്യപ്രതിജ്ഞ. ഡോക്ടർ പ്രമോദ് സാവന്ത് പരീക്കറുടെ പിൻഗാമി. ഒരു ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഗോവയിൽ ചിത്രം വ്യക്തമായത്. പ്രമോദ് സാവന്തിനെ തീരുമാനിച്ചതിന് ശേഷവും ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ നടപടികൾ വീണ്ടും വൈകിപ്പിച്ചു. 2 ഘടകകക്ഷികളുടെ MLA-മാരും 3 സ്വതന്ത്രരും അടക്കം 9 പേരുടെ പിന്തുണ ഉറപ്പായതോടെ കേന്ദ്ര നിരീക്ഷകൻ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രി 12 മണിയോടെ രാജ്ഭവനിലെത്തി. ഗോവ പോലെ ചെറിയ സംസ്ഥാനത്ത് 2 ഉപമുഖ്യമന്ത്രിമാരെന്ന ഘടകകക്ഷികളുടെ ആവശ്യത്തെ BJP എതിർത്തെങ്കിലും സമ്മർദ്ദം ശക്തമായപ്പോൾ വഴങ്ങി. BJP മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഭിന്നത ഉയർന്നു. പ്രമോദ് സാവന്തിനൊപ്പം വിശ്വജിത് റാണ, സംസ്ഥാന അധ്യക്ഷൻ വിനയ് ടെണ്ടുൽക്കർ എന്നിവരുടെ പേരും ഉയർന്നതോടെ ചർച്ചകൾ നീണ്ടു. വൈകിട്ട് അമിത്ഷാ എത്തി. MLA-മാരെ കണ്ടതിനു ശേഷമാണ് പ്രമോദ് സാവന്തിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. ഇതിനിടെ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയതും തീരുമാനം വേഗത്തിലാക്കാൻ BJP നിർബന്ധിതരാക്കി. പരീക്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്പീക്കറായിരുന്ന പ്രമോദ് സാവന്ത് ചാഞ്ചാടി നിൽക്കുന്ന ഗോവ രാഷ്ട്രീയത്തിന്റെ അമരത്തെത്തുമ്പോൾ ഈ യുവ നേതാവിന് മുന്നിൽ വെല്ലുവിളികൾ നിരവധിയാണ്. BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിച്ചെങ്കിലും 2 ഘടകകക്ഷികളുടെയും 3 സ്വതന്ത്രരെയും ഒപ്പം നിർത്തി ഭൂരിപക്ഷം തെളിയിക്കുകയാകും ആദ്യ പരീക്ഷണം. മറുവശത്ത് ഗോവ പിടിക്കാൻ ശക്തമായ നീക്കങ്ങളാണ് കോൺഗ്രസ് അണിയറയിൽ നടത്തുന്നെന്നുള്ളത് മറ്റൊരു കാര്യവും. എന്തായാലും പ്രമോദ് സാവന്തിന് ഇതൊരു വലിയ കടമ്പ തന്നെയാണ്. കാരണം തന്റെ പിൻഗാമി ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ കണ്ട കരുത്തുറ്റ, പകരം വയ്ക്കാനില്ലാത്ത മനോഹർ പരീക്കർ എന്ന അതിബുദ്ധിശാലിയും വിവേകവുമുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറെ കടമ്പകൾ കടക്കേണ്ടി വരും. BJPയെ പ്രതിസന്ധിയിലാക്കാതെയുള്ള ഡോക്ടർ പ്രമോദ് സാവന്തിന്റെ ഈ അധികാരയേറ്റം ഗോവ രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.